ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് മേക്ക് ചെയ്യുന്നത് ഒരു ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റ് ബോക്സ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 15x15 സെൻറ്റിമീറ്ററിൽ വൈറ്റ് കളർ ചാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം പിങ്ക് കളർ ചാർട്ട് പേപ്പർ 5x5 സെൻറ്റിമീറ്ററിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൽ നമുക്കൊരു ഹാർട്ട് വരച്ചു കൊടുക്കാം. വരച്ചതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ശേഷം ചാർട്ട് പേപ്പറിൻ്റെ ഓരോ കോർണറിലായിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്കിതിനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം എങ്ങനെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇനി നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. ഇത് കണ്ടോ, നല്ല രസമല്ലേ ഈ ബബിൾ റാപ്പ്? ഇത് പൊട്ടിച്ച് കളിക്കുകയാണ് ഞാൻ. ഇത് എന്തിനാണ് പൊട്ടിച്ച് കളിക്കുന്നതെന്നുള്ള കാര്യം ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാവേ. ശേഷം നമുക്ക് ബാക്കി വന്ന ചാർട്ട് പേപ്പർ കട്ട് ചെയ്ത് കളയാം. എനിക്ക് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ എനിക്ക് ക്ലാസ് ഉള്ളത് കാരണം അത് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് ഞാൻ സാറ്റർഡേയോ അല്ലെങ്കിൽ സൺഡേയോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഈ ചാർട്ട് പേപ്പറിൻ്റെ ബാക്കിലായിട്ട് സ്ക്വയറുള്ള പിങ്ക് കളർ ചാർട്ട് പേപ്പർ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വൈറ്റ് കളർ ബോസ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ വൈറ്റ് കളറുള്ള ബോസാണ് മേക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഇത് ചെയ്യാനായിട്ട് ഏത് കളർ ചാർട്ട് പേപ്പറാണോ യൂസ് ചെയ്യുന്നത് ആ കളറിന് മാച്ചായിട്ടുള്ള ബോസ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിനു മുമ്പ് ഞാൻ ബോസ് മേക്ക് ചെയ്യുന്ന വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാളിലും ഞാൻ ഇതേ കണക്കത്തെ ബോസ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോസ് വീഡിയോയിൽ കാണുന്ന പോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പ്ലീസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് കൂടെ ചെയ്യണേ. ഇനി നമുക്ക് നമ്മുടെ ഈ ബോക്സ് ഇല്ലേ, ആ ബോക്സിനെ ഒന്ന് അടച്ചു വെക്കാനായിട്ട് ഒരു ബോക്സ് വേണ്ടേ? അപ്പോൾ ഇനി നമുക്കത് മേക്ക് ചെയ്യാം. ഒരു സ്ക്വയറുള്ള ചാർട്ട് പേപ്പർ എടുത്തിട്ട് ഈ വീഡിയോ കാണുന്ന പോലെ നമുക്ക് മേക്ക് ചെയ്തെടുക്കാം. ഈ ബോക്സിൻ്റെ ലെങ്തും ബ്രിഡ്ത്തും 5 ആണ്. ഇനി നമുക്ക് പിങ്ക് കളർ ചാർട്ട് പേപ്പർ വെച്ചിട്ട് ഈ ബോക്സിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വെറൈറ്റി ക്രാഫ്റ്റ്സ് ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യണേ. നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് നോക്കാമല്ലോ. ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് സ്മോൾ പേപ്പർ റോസ് മേക്ക് ചെയ്യാം. ഈ റോസ് ഞാൻ എങ്ങനെ മേക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെന്നുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്താൽ മതി. ഞാനത് വേറെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാവേ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ബബിൾ റാപ്പില്ലേ, അതെന്തിനാണ് ഞാൻ പൊട്ടിച്ച് കളിച്ചതെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മ ഒരു ഹോം ബേക്കറാണ്. അപ്പോൾ ഉമ്മയ്ക്കിന്ന് വർക്കുണ്ട്. ഉമ്മയ്ക്ക് ആ ബബിൾ റാപ്പ് യൂസ് ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ് ഇന്ന് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉമ്മീനൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന്. കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കണേ വീഡിയോ ലാസ്റ്റ് വരെ. നമ്മുടെ ഇന്നത്തെ ഈ ക്രാഫ്റ്റും കേക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് കൂടെ ചെയ്യണേ. ഇനി ഞാൻ 2 സെൻറ്റിമീറ്റർ വീതിയിൽ ഒരു വൈറ്റ് കളർ ചാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന പോലെ അതൊന്ന് റോൾ ചെയ്തെടുത്തു. ഇനി നമുക്ക് ആ റോളിനെ സെൻട്രലായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ അകത്താണ് നമ്മൾ ഈ റോസ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതിനൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ബോക്സിനെ അടച്ചു വെക്കുന്ന ആ ബോക്സില്ലേ, അതിനിപ്പോൾ കാണുമ്പോൾ എന്തോ ഒരു കുറവ് തോന്നില്ലേ? അപ്പം ഞാൻ വിചാരിച്ചു അന്നെങ്കിൽ അതിൻ്റെ മുകളിലും കൂടെ ഒരു ബോ ഉണ്ടാക്കി വെച്ച് കൊടുക്കാമെന്ന്. ഒരു റെഡ് കളർ ബോയാണ് നമ്മൾ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങളിത് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഒരു കാർഡ് കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ഒരു ലൈക്ക് കൂടെ തരണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കേക്ക്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.